എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. ചോക്കാട് ഗ്രാമപഞ്ചായത്തിനെ വിശ്വസിച്ച് അന്തിയുറങ്ങിയിരുന്ന ഷെഡുകളും മറ്റും പൊളിച്ചുമാറ്റി പെരുവഴിയിലായ കുടുംബങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ ഫണ്ട് ലഭിക്കാത്തതിനാലാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ലൈഫ് ഗുണഭോക്താക്കൾ ഉപരോധിച്ചത്. ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ പെടുത്തിയിരുന്ന കുടുംബങ്ങളാണ് പഞ്ചായത്തിനെ വിശ്വസിച്ച് താമസിക്കുന്ന ഷെഡുകളും പൊളിച്ച് പെരുവഴിയിലായത്. അങ്ങനെയാണ് നമ്മൾ എസ് പടി ഇരുന്നിട്ട് രാത്രി വരെ ഇരുന്നിട്ട് എസ് അടിച്ചിട്ട് ആണ് ഈ ആൾക്കാരെ കയറ്റിയിട്ടുള്ളത്. അർഹരായിട്ടാണല്ലോ എസ് കയറ്റിയത്. ഗ്രാമസഭ അംഗീകരിച്ച് അർഹരായിട്ടാണ് എസ് വന്നിട്ട് കയറ്റിയത്. ലൈഫിന്റെ ബലോലിൽ ഒരു മിനിറ്റ് ഞങ്ങൾ പറയട്ടെ. ലൈഫിന്റെ ബലോലിൽ പറയുന്നത് എന്താ അറിയോ? ഗ്രാമസഭയുടെ അവസാനത്തെ തീരുമാനം എടുക്കണ്ടേ? ഗ്രാമസഭ അംഗീകരിച്ചാൽ എല്ലാവർക്കും കൊടുക്കാം. ഗ്രാമസഭക്ക് പുതിയൊരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൂ. ഗ്രാമസഭ അംഗീകരിക്കണമെന്ന് ഗ്രാമസഭക്കാണ് തീരുമാനം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പാസ്സാക്കിയത്. അർഹതപ്പെട്ടതാണ്. ഇവിടെ ഇല്ല പ്രശ്നം എന്താ നിങ്ങൾക്കറിയാം? ഈ സാറ് ഉൾപ്പെടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് വേണ്ട. ആ കമ്മിറ്റി പോയിട്ട് ആ റിപ്പോർട്ട് ഇതുവരെ നിങ്ങൾ മേലെ കൊടുത്തിട്ടില്ല. എത്ര മാസമായി അറിയാം? 6 മാസത്തിന് മേലായി. നിങ്ങളവിടെ പരിശോധിക്കാൻ വന്നില്ലല്ലോ. ഇവിടുന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പ്രസിഡന്റ് ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ആൾക്കാർ ഈ സാധനങ്ങൾ മേലെ കൊടുത്തില്ല. 113 റിപ്പോർട്ട് 7 ഉൾപ്പെടെ ആൾക്കാർ. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾ ഉപരോധിച്ചു. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച 30 ഗുണഭോക്താക്കൾക്ക് ഫണ്ട് അനുവദിക്കാത്തതിനെതിരെയാണ് ഉപരോധിച്ചത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ലൈഫ് ഭവന പട്ടികയിൽ ഉൾപ്പെടുത്തിയവർക്കാണ് ഫണ്ട് നൽകാത്തത്. പട്ടികയിൽ ഉൾപ്പെട്ടവരുമായി ഗ്രാമപഞ്ചായത്ത് 2 വർഷം മുൻപ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതുമാണ്. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതോടെ ഗുണഭോക്താക്കൾ പഴകിയതും ജീർണിച്ചതുമായ വീട് പൊളിച്ചുമാറ്റി. വീട് പൊളിച്ചവർ കടുത്ത പ്രയാസത്തിലാണ്. 30 ഗുണഭോക്താക്കളെയും ആദ്യം പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായിരുന്നു. വിജിലൻസ് പരിശോധനയിൽ അനർഹരുണ്ടെന്ന് കണ്ടെത്തിയാണ് 30 പേരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. പിന്നീട് ഭരണസമിതി നിർദ്ദേശപ്രകാരം ഗ്രാമസഭകൾ ചേർന്ന് ഒഴിവാക്കിയ 30 പേരെയും വീണ്ടും ഭവന നിർമ്മാണ പട്ടികയിൽ കൂട്ടിച്ചേർത്തു. പട്ടികയിൽ ഉൾപ്പെട്ട ഒരാളുടെ അർഹതയെ ചോദ്യം ചെയ്ത് സ്വകാര്യ വ്യക്തി വിജിലൻസിന് പരാതി നൽകിയതാണ് പദ്ധതി വിഹിതം നൽകുന്നതിന് തടസ്സമെന്നാണ് അധികൃതർ പറയുന്നത്. ഒരാൾക്കെതിരെയുള്ള പരാതിയെ തുടർന്ന് പട്ടികയിൽ കൂട്ടിച്ചേർത്ത 30 പേരുടെയും ഫണ്ട് തടഞ്ഞുവെക്കുകയാണ് ഉണ്ടായതെന്ന് അധികൃതർ പറഞ്ഞു. സർക്കാരിന്റെ തീരുമാനത്തിലേക്ക് അയച്ചിട്ട് അതിന്റെ മറുപടി വന്നിട്ടില്ല. പ്രൊജക്ട് ഡയറക്ടറുടെ ലൈഫിന്റെ പ്രൊജക്ട് കോർഡിനേറ്റർക്ക് അയച്ചിട്ടും തീരുമാനം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇവർ പറയുന്ന ആവശ്യം സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ചാണ് നമ്മൾ ഈ ലൈഫ് ലിസ്റ്റിൽ ആൾക്കാർ വരുന്നത്. എന്നുവെച്ചാൽ നമ്മളല്ല അത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ തീരുമാനം എടുക്കാൻ ഇപ്പൊ നിലവിൽ കഴിയില്ല. സർക്കാർ തീരുമാനമാണ് നമ്മൾ നടപ്പാക്കിയത്. അല്ല, നടപ്പിലാക്കിയെന്ന് വെച്ചാൽ അത് ഓർഡർ നമുക്കത് തീരുമാനമായിട്ട് നമുക്ക് വന്നിട്ടില്ല. ഇവിടെ നടന്ന കാര്യങ്ങൾ ലീഗലായിട്ട് നടന്നതല്ല ഇതുവരെയുള്ളത്. അതെനിക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ എസിന്റെ പേരിൽ ആക്ഷൻ എടുക്കണം. എഗ്രിമെന്റ് വെച്ചത് നിലവിലുള്ള കമ്മിറ്റി രൂപീകരിച്ചതിന്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടുമെന്നോ ഒന്ന് ശ്രമിക്കട്ടെ കേട്ടോ. അതാദ്യം വിജിലൻസ് അന്വേഷിച്ചതോ ഇവരന്വേഷിച്ചത് അല്ല, നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ച് ഇവരെ കൊണ്ട് അന്വേഷിച്ച ഒരു റിപ്പോർട്ടാണല്ലോ നമ്മൾ വേണ്ടത്. അതിന്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കട്ടെ. ഫണ്ട് വൈകുന്നതിനെ തുടർന്ന് പദ്ധതിയിൽ ഉൾപ്പെട്ട 15 ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി ഭവന പദ്ധതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്ത ഭരണസമിതി യോഗത്തിൽ അജണ്ട വെച്ച് വിഷയം ചർച്ച ചെയ്യാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധക്കാർ പിന്മാറിയത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KT സലീന, K ഷാഹിന ഗഫൂർ, M അൻവർ, CPM ലോക്കൽ സെക്രട്ടറി KT മുജീബ് എന്നിവർ നേതൃത്വം നൽകി. ചോക്കാട് പഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കളിലെ 30 കുടുംബങ്ങൾക്ക് വിജിലൻസ് അന്വേഷണം നേരിട്ടിരുന്നു. ഈ വിജിലൻസ് അന്വേഷണം നേരിട്ട കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനു മുമ്പും പല ബോർഡുകളിലും ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് കുറച്ചു ദിവസം മുമ്പ് നടന്ന ബോർഡില് ജനുവരി 15, 2025 ജനുവരി 15 ഈ ബോർഡ് മുമ്പാകെയുള്ള തീരുമാനമാണ് നിങ്ങൾക്ക് വീട് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് അന്നത്തെ ദിവസം തീരുമാനം പറയാൻ തന്നു. ഇന്ന് ജനുവരി 21 ഇന്ന് വരെ ഈ പാവപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഒരു തീരുമാനം കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ പഞ്ചായത്തിലേക്ക് വന്ന സമയത്ത് പഞ്ചായത്ത് AS പറഞ്ഞു ഇത് സർക്കാരിലേക്ക് അയച്ച് ഇതിന്റെ തീരുമാനങ്ങൾ സർക്കാരിലേക്ക് അയച്ച് ഇതിന്റെ സ്പഷ്ടീകരണം വാങ്ങിച്ചിട്ട് നമുക്ക് തീരുമാനം പറയാന്നുള്ളതാണ് പറഞ്ഞത്. സ്പഷ്ടീകരണം
കിട്ടട്ടെ എന്നാണ് പറയുന്നത്. ഈ ഇത്രയും കാലങ്ങളായിട്ട് പഞ്ചായത്തിൽ ഈ ലൈഫിൽ ലിസ്റ്റ് വന്ന് ആളുകൾക്ക് ഒരു വീട് കൊടുക്കാൻ പറ്റാത്തതിന് സ്പഷ്ടീകരണം കാത്തു നിൽക്കണേ ഇന്നും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ പഞ്ചായത്തിലെ ഇവർക്ക് ഈ ഗുണഭോക്താക്കളുടെ പോയി നോക്കിയിട്ട് ഇവർക്ക് വീട് വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി പഞ്ചായത്ത് ബോർഡ് ഒരു സമിതി രൂപീകരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി, JS, VEO, അതേമാതിരി AE, പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, ഇത്രയും ആളുകൾ പോയി നോക്കിയിട്ട് അവർക്ക് അർഹത ഉണ്ടോ എന്നുള്ളത് തീരുമാനമെടുത്തതിന് ശേഷം ഇവർക്ക് എഗ്രിമെന്റ് വെക്കാന്ന് പറഞ്ഞു. ഈ കമ്മിറ്റി പോയി നോക്കി അതിനുശേഷം ഇതിലുള്ള പല ആളുകളോടും വിളിച്ചു പറഞ്ഞു നിങ്ങൾ എഗ്രിമെന്റ് വെച്ചോളൂ എന്ന് പറഞ്ഞു. ഇവർ വന്ന എല്ലാ രേഖകളും ഉണ്ടാക്കി അവർ വന്ന് എഗ്രിമെന്റ് വെച്ച സമയത്ത് ഇപ്പോൾ VO പറയുന്നത് ഫസ്റ്റ് പാർട്ടി മാത്രമേ ഒപ്പിട്ടിട്ടുള്ളൂ, സെക്കൻഡ് പാർട്ടി ഒപ്പിട്ടിട്ടില്ല, അതായത് VO ഒപ്പിട്ടിട്ടില്ല. ഇവരെ ശുദ്ധമായി ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് പറ്റിക്കപ്പെടുകയാണ് ഈ ഗുണഭോക്താക്കൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങളോട് എഗ്രിമെന്റ് വെച്ചതിന് ശേഷം പിന്നെ കുറെ ആൾക്കാർ വെച്ചതല്ലേ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്കും കയറുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരുന്നിരുന്നത്. പക്ഷെ 6-7 മാസമായി എഗ്രിമെന്റ് വെച്ചിട്ട് ഇതുവരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വെച്ചവർക്കൊക്കെ കയറിയിട്ടുണ്ട്, ഞങ്ങളത് മാത്രം കയറിയിട്ടില്ല. പിന്നെ വീട് പൊളിക്കാത്തത് എന്താ വെച്ചാല് വീട് പൊളിച്ചവരുടെ അവസ്ഥ പൈസ കയറാത്തത് കൊണ്ട് ഞങ്ങളുടെ മെമ്പറാണ് ഞങ്ങളോട് ഇപ്പൊ പൊളിക്കണ്ട, നമുക്ക് ഇതിന് തീരുമാനമായിട്ട് പൊളിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിലനിൽപ്പില്ലാത്തൊരു വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്. അത് പൊളിച്ച് ഞങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ ഒരു തീരുമാനം ഞങ്ങൾക്ക് ഇതിന് അർഹത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമാക്കാൻ പറ്റുള്ളൂ ഞങ്ങളെ വീടിനെ പറ്റിയിട്ട്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.